everyone, welcome to Mastermind. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പല ഏരിയസിൽ നിന്നുള്ള മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സോ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല കേട്ടോ, നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണാം. ഓക്കെ, യെസ്, ഞാൻ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനകത്ത് ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ദർ ആർ 3 പാർട്സ്. അതിനെ ABC എന്ന് പറഞ്ഞ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം. ഇനി എറർ ഒന്നും ഇല്ലെങ്കിൽ നോ എറർ കൊടുക്കാം. ഓക്കെ, the selectors told the players that one ought to work very hard to fix his place in the team. ഓക്കെ, അതായത് സെലക്ടേഴ്സ് പ്ലെയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ടീമിൽ ഒരു പ്ലേസ് കിട്ടുകയുള്ളൂ അല്ലേ? ഓക്കെ, ഏത് പാർട്ടിലായിരിക്കും എറർ? എന്താണ് എറർ? നമുക്ക് എക്സാമിന് എന്താ എറർ എന്നൊന്നും ചോദിക്കാറൊന്നുമില്ല, ഏത് പാർട്ടിലാണ്. അപ്പം കുറേയൊക്കെ കറക്കി കുത്തിയാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? പക്ഷേ ഇവിടെ തൽക്കാലം നമുക്ക് എന്താ എറർ എന്നും കൂടെ കണ്ടുപോകാം അല്ലേ? ഓക്കെ, one ought to work. വൺ കേട്ടോ, വൺ എന്ന് കാണുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ one should do one's duty. ഒരുവൻ്റെ ഡ്യൂട്ടി ചെയ്യണം. ഒരുവൻ്റെ ഡ്യൂട്ടി ചെയ്യണം. one should do one's duty. ഒരാളുടെ ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ വൺ അല്ലേ, ആ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺസ് എന്ന് കൊടുക്കുക. ആ സെയിം സാധനം തന്നെ, പക്ഷെ അതൊരു വലിയൊരു ക്വസ്റ്റ്യനിൽ വന്നപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ ദ സെലക്ടേഴ്സ് ടോൾഡ് ദ പ്ലേയേഴ്സ് ദാറ്റ് വൺ ought to work very hard to fix one's place എന്ന് വരണം. ഓക്കെ, അവൻ്റെ പ്ലേസ് അല്ല, ഒരുവൻ്റെ പ്ലേസ് ഉറപ്പിക്കാനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഏത് പാർട്ടിലെ എറർ? സി പാർട്ടിലെ എറർ. അപ്പോൾ നമുക്ക് ABCD മാത്രം മാർക്ക് ചെയ്താൽ മതി, പക്ഷെ ഇതെന്താണ് എറർ എന്നും കൂടെ കണ്ടുപോവുക കേട്ടോ. ഇത് ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻസ്റ്റെഡ് ഓഫ് ഹർ എക്സ്ട്രീംലി ബിസി ആൻഡ് ഹെക്ടിക് സ്കെഡ്യൂൾ, നേഹ സ്റ്റിൽ സ്പെൻഡ് സം ടൈം വിത്ത് ഹർ ഫാമിലി. ഇൻസ്റ്റെഡ് ഓഫ് ഹർ എക്സ്ട്രീംലി, ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ പകരമല്ലേ? അപ്പോൾ എനിക്കിങ്ങനെ പറയാം, ഇൻസ്റ്റെഡ് ഓഫ് ബ്ലാക്ക് പെൻ ഐ യൂസ് റെഡ് പെൻ. ഇൻസ്റ്റെഡ് ഓഫ് ബ്ലാക്ക് പെൻ ഐ യൂസ് റെഡ് പെൻ. അതായത് ബ്ലാക്ക് പെന്നിന് പകരം ഞാൻ റെഡ് പെൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് സംതിങ് എന്ന് പറയാം അല്ലേ? പക്ഷേ ഇവിടെ അതാണോ മീനിങ്? ഇവിടെ എന്താണ്? ഇത്രയും ബിസി ഹെക്ടിക് സ്കെഡ്യൂൾ ആയിട്ടും നേഹ സ്റ്റിൽ സ്പെൻഡ് സം ടൈം വിത്ത് ഹർ ഫാമിലി. ഭയങ്കര ബിസി സ്കെഡ്യൂൾ ആയിട്ട് പോലും ഫാമിലിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നു. അപ്പോൾ അവിടെ ഇൻസ്റ്റെഡ് ആണോ? അല്ല. പിന്നെ എന്താ അവിടെ ആൻസർ വരേണ്ടത്? ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ്. ഇൻസ്പൈറ്റ് ഓഫ് എന്നും കൊടുക്കാം, അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്നും കൊടുക്കാം. ഡെസ്പൈറ്റ് വരുമ്പോൾ പിന്നെ ഓഫ് വേണ്ട, ഐദർ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ എറർ ഏത് പാർട്ടിലാണ്? എ പാർട്ടിലാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുപോലെ തന്നെ മാസ്റ്റർ മൈൻഡ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോഴും നിങ്ങൾക്ക് റെഫറൻസിന് ഇത് കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ടു കോൺടാക്ട് us. നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇതിൻ്റെ ആൻസർ എന്താ? കുറേ പേര് ഈ കോൺസെപ്റ്റ് ഒന്നും അറിയത്തില്ലേ പോലും ഗസ് ചെയ്തൊക്കെ വരാറുണ്ട്, പക്ഷെ അത് എപ്പോഴും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ കറക്റ്റ് എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. ചിലർ ഇപ്പോൾ ബുക്സിലൊക്കെ നോക്കി കഴിയുമ്പോൾ ആൻസർ ബി, സി, അങ്ങനെ പഠിക്കരുത്, എന്തുകൊണ്ട് വന്നു എന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ജപ്പാൻ ഇസ് നൗ വെരി ഡിഫറെൻറ്റ് ദാൻ വാട്ട് ഇറ്റ് വാസ് 20 years ago. മീനിങ് എന്താ? 20 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ജപ്പാൻ അല്ല ഇന്ന് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നോ എറർ എന്ന് അവർ തന്നിട്ടില്ല. അപ്പോൾ എന്തോ എറർ ഉണ്ട്. എന്താ എറർ? ജപ്പാൻ ഇസ് നൗ വെരി ഡിഫറെൻറ്റ് ഫ്രം എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ഫ്രം സംതിങ് എന്നാണ് പറയുന്നത്. ബി പാർട്ടിലാണ് എറർ കേട്ടോ. ഡിഫറെൻറ്റ് ഫ്രം, ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ നോ അല്ലേ? ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ ടീച്ച്. അപ്പോൾ ഡിഫറെൻറ്റിൻ്റെ കൂടെ ഒരു ഫിക്സ്ഡ് പ്രപ്പോസിഷനാണ് ഫ്രം ആണ്. ഡിഫറെൻറ്റ് ഫ്രം, ഒന്നിൽ നിന്നും മറ്റേത് വ്യത്യസ്തം എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ പായോ? നെക്സ്റ്റ് ഇതെന്നാന്നറിയോ? ഇത്
ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസസ് ഫിക്സ്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ABCD എന്ന് പറഞ്ഞ 4 സെൻറ്റൻസസ് ഉണ്ട്. ഇത് ജംബിൾഡ് ആയിട്ട് കിടക്കുക. ആ ABCD അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. എന്നാൽ ചെയ്താലോ? ഓക്കെ, S1 എന്ന് പറയുന്ന ഫസ്റ്റ് സെൻറ്റൻസ് അത് ഫിക്സ്ഡ് ആണ്, അത് കറക്റ്റാണ്. 6ാമത്തെ സെൻറ്റൻസ് S6 കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് തന്നിരിക്കുക. ഇൻ ബിറ്റ്വീൻ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ജംബിൾഡ് ആയിട്ട് കിടക്കുക. നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം നമുക്ക് നോക്കിയാലോ? ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സരിസ്ക നാഷണൽ പാർക്ക് ഇസ് എ വൈൽഡ് ലൈഫ് സാങ്ച്വറി വിച്ച് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ഇത്ര ഡിസ്റ്റൻസ് ഫ്രം ജയ്പൂർ. ലാസ്റ്റിൽ ദ തഡ് വൃക്ഷ് അല്ലെങ്കിൽ പാം ട്രീ ഈസ് യൂഷ്വലി ഫൗണ്ട് അറ്റ് ദിസ് പ്ലേസ്. ഓക്കെ, എങ്ങനെ അറേഞ്ച് ചെയ്യും? ഒരു പാർക്കിനെ കുറിച്ച് പറയാം. വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്, ഇന്നടുത്താണ് ലൊക്കേറ്റ് ചെയ്യും. ദ പാർക്ക് ഹാസ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആൻഡ് ടെമ്പിൾസ്. അതിൽ തുടങ്ങിയാലോ? എയിൽ തുടങ്ങിയാലോ? അപ്പോൾ അവിടെ ഓപ്ഷൻ കിടപ്പുണ്ട്, അത് ശരിയാണോ നോക്കാം. പാർക്ക് ഹാസ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, അതിന് D ആണോ? ദ പാർക്ക് ഇസ് ബിഗർ ദാൻ ഇന്നർ പാർക്ക്. റാന്തംബൂറിനെക്കാട്ടിലും ബിഗ് ആണ്. ദീസ് ഡെപ്പിക്ട് ദ ലെഗസി ഓഫ് ദ കിങ്സ് ഓഫ് ആൽവാർ. ഏതാ ഈ ദീസ് എന്ന് പറയുന്നത്? അതറിയത്തില്ലല്ലോ. ദീസ് അത് നോക്കാം. പിന്നെ ബോത്ത് കാർണിവോസ് ആൻഡ് ഹെർബിവോസ് ആർ ഫൗണ്ട് ഇൻ ദിസ് പ്ലേസ്. ഏത് പ്ലേസാണ്? അതൊരു കറക്റ്റ് ഒരു ലോജിക്ക് വരുന്നില്ല അല്ലേ? അത് പോട്ടെ. ഇനി ബിയിൽ പറഞ്ഞിരിക്കുക, ഇത് ലൊക്കേറ്റഡ് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ C ഓപ്ഷൻ നോക്കുവാണേ. ദീസ് ഡെപ്പിക്ട് ദ ലെഗസി ഓഫ് ദ കിങ്സ് ഓഫ് ആൽവാർ. ഈ ദീസ് ഏതാ? പിന്നെ ദ പാർക്ക് ഇസ് ബിഗർ ദാൻ ഇന്നത്. ഓക്കെ, ദ പാർക്ക് ഹാസ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ബോത്ത് കാർണിവോസ് ആൻഡ് ഹെർബിവോസ്. ഓക്കെ, അടുത്തത് ഈ B ഓപ്ഷൻ വായിക്കാം. ഞാൻ എല്ലാം ഇങ്ങനെ ഇവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ച് നോക്കുവാണേ. ബിയിൽ അറിയാവുന്നവർ പെട്ടെന്ന് താഴെ കോമെൻറ്റ് ചെയ്തോ ആൻസർ ഏതാന്ന്. ബിയിൽ പറഞ്ഞിരിക്കുന്നത് സിയിൽ തുടങ്ങും അല്ലേ? അതായത് ഇന്നടത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ആണ്. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജയ്പൂരിൽ നിന്ന് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ബോത്ത് കാർണിവോസ് ആൻഡ് ഹെർബിവോസ് ആർ ഫൗണ്ട് ഇൻ ദ പ്ലേസ്. പിന്നെ ഏതാ? ദീസ് ഡെപ്പിക്ട് ദ ലെഗസി ഓഫ് ദ കിങ്സ് ഓഫ് ആൽവാർ. ഈ ദീസ് ഏതാണ്? അതാണ് ഒരു കൺഫ്യൂഷൻ. ദ പാർക്ക് ഹാസ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, എന്നിട്ട് ദ പാർക്ക് ഇസ് ബിഗർ ദാൻ. അതാണോ? വീണ്ടും ലാസ്റ്റിൽ ഇസ് ഫൗണ്ട് അറ്റ് ദിസ് പ്ലേസ് എന്നുണ്ട്. ഏത് പ്ലേസ് ആണെന്ന് അറിയണം. നോക്കാം. 7 പറഞ്ഞിരിക്കുന്നത് ദ പാർക്ക് ഇസ് ബിഗർ ദാൻ ഇന്നർ പാർക്ക്. ബോത്ത് കാർണിവോസ് ആൻഡ് ഹെർബിവോസ് ആർ ഫൗണ്ട് ഇൻ ദിസ് പ്ലേസ്. ദ പാർക്ക് ഹാസ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ദീസ് ഡെപ്പിക്ട്. നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നേ ഇങ്ങനെ ഓപ്ഷൻസ് നോക്കി അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുണ്ടല്ലോ, നമുക്ക് ചില ക്ലൂസ് കാണും. ഇതിൽ തന്നെ ക്ലൂസ് കാണും. ഇവിടെ കണ്ടോ, ഈ ദീസ് ഇതൊരു പ്രൊനൗണാണ്. പ്രൊനൗണിന് മുമ്പ് എപ്പോഴും ഒരു നൗൺ കാണും. പ്രൊനൗണിന് മുമ്പ് എപ്പോഴും ഒരു നൗൺ കാണും. അപ്പോൾ ഈ ദീസ് എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദീസ് ഡെപ്പിക്ട് ദ ലെഗസി ഓഫ് ദ കിങ്സ് ഓഫ് ആൽവാർ. എന്തുവാ? വിച്ച്? ദീസ് എന്ന് പറയുന്നത് ആരാ? എന്താ ഈ ദീസ് എന്ന് പറയുന്നത്? ഈ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആൻഡ് ടെമ്പിൾസ് ആണ്. അതാണ് ആൽവാറിലെ കിങ്സിൻ്റെ ലെഗസി കാത്തു സൂക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആൻഡ് ടെമ്പിൾസ് അതാണ് കിങ്സ് ഓഫ് ആൽവാറിൻ്റെ ലെഗസി ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ത് കൊടുക്കണം? ഈ ബിക്ക് മുമ്പ് എ വരണ്ടേ? ബി എന്നുള്ളത് പ്രോനൗണാ, അതിന് തൊട്ട് മുന്നേ എ വരണം. ക്ലിയർ? അങ്ങനെ നോക്കുമ്പോഴും AB കോമ്പിനേഷൻ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ്? ഇതാണെന്ന് മാത്രം മനസ്സിലാവും. ഓക്കെ, എന്നാലും നിൽക്കട്ടെ, നമുക്ക് കറക്റ്റാണ്, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇനി വേറൊരു കാര്യമുണ്ട്. ആദ്യം ഒരു പാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ജയ്പൂരിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ അത് സ്ഥിതി ചെയ്യുന്നു അല്ലേ? എന്നിട്ട് ഈ പാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഉടനെ വരുന്നത് ദ പാർക്ക് ഇസ് ബിഗർ ദാൻ വേറൊരു പാർക്ക്. 2 പാർക്കിനെ കുറിച്ച് കമ്പാരിസൺ ആണിത് അല്ലേ? സരിസ്ക നാഷണൽ പാർക്കും റാന്തംബൂർ നാഷണൽ പാർക്കും ഇതിലേതാ വലുത്? അപ്പം ഈ പാർക്ക് ഇന്നതാണ്, അത് ഇത്ര ഡിസ്റ്റൻസിൽ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ട് അതും വേറൊരു പാർക്കുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഏതാണ് വലുത്? ഓക്കെ, അതാണ് D. എന്നിട്ട് ഈ പ്ലേസിൽ കാർണിവോസും ഉണ്ട്, ഹെർബിവോസും ഉണ്ട്. കാരണം ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ? അപ്പോൾ കാർണിവോസും ഉണ്ട്, ഹെർബിവോസും ഉണ്ട്. ഓക്കെ, സോ അതാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇനി ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ദീസ് ഡെപ്പിക്ട് ദ ലെഗസി ഓഫ് ദ കിങ്സ് ഓഫ് ആൽവാർ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഇവിടെ കാണുന്നത് എന്താണ്? ഈ പ്ലേസിലാണ് പാം ട്രീ സാധാരണയായിട്ട് കാണുന്നത്. ഏത് പ്ലേസിൽ? ഈ പാർക്കിൽ. മനസ്സിലായോ?
സോ എ ബി ഇത് മാത്രം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ അവിടെ ഓക്കെ. പിന്നെ ബാക്കി ആ ലോജിക്കലി സെറ്റ് ആവുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. അപ്പം ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. യെസ്, ഏത് പാർട്ടിലാണ് എറർ? ഓക്കെ, ഏത് പാർട്ടിൽ എറർ, എന്താ എറർ എന്ന് കൂടെ പറയണം. വെൻ യു ആർ അണ്ടർ സിഗ്നിഫിക്കൻറ്റ് സ്ട്രെസ് ഇറ്റ്സ് ഹാർഡ്ലി ടു പ്രോസസ് ഡീറ്റെയിൽസ് ആൻഡ് നുവാൻസസ്. ഓക്കെ, അതായത് നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കുന്ന സമയത്ത് ചിലപ്പം കുഞ്ഞി മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചിലപ്പം വിട്ടുപോകും അല്ലേ. നമ്മൾ ഭയങ്കര സ്ട്രെസ്സിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞു ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ഇതാണ് സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, വെൻ യു ആർ അണ്ടർ സിഗ്നിഫിക്കൻറ്റ് സ്ട്രെസ് ഇറ്റ് ഇസ് ഹാർഡ്ലി ടു പ്രോസസ്. ഈ ഹാർഡ്ലി എന്ന് പറയുന്നൊരു നെഗറ്റീവ് വേർഡ് അല്ലേ. ഇപ്പോൾ ഹാർഡ്ലി ഹാഡ് ഈ ബീൻ ദെയർ അല്ലേ, അങ്ങനെ നമ്മൾ പറയും. ഇതിപ്പം ഇറ്റ് ഈസ് ഹാർഡ്ലി ടു പ്രോസസ് എന്ന് പോസിറ്റീവായിട്ട് പറയുമോ? ഇല്ല. പിന്നെന്താ, ഇറ്റ്സ് ഹാർഡ് ടു പ്രോസസ് എന്ന് വേണം കേട്ടോ. ഇറ്റ്സ് ഹാർഡ്, ഭയങ്കര ഡിഫിക്കൾട്ടാണ്, ബുദ്ധിമുട്ടാണ് എന്ന മീനിങ് ആട്ടോ ഇവിടെ പറയുന്നത്. വെൻ യു ആർ അണ്ടർ സിഗ്നിഫിക്കൻറ്റ് സ്ട്രെസ് ഇറ്റ്സ് ഹാർഡ് ടു പ്രോസസ് ഡീറ്റെയിൽസ് ആൻഡ് നുവാൻസസ്. ഇറ്റ്സ് ഹാർഡ്, ഭയങ്കര ഡിഫിക്കൾട്ട് എന്നാണ്. സോ ഫസ്റ്റ് പാർട്ടിലാണ് എറർ. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ദാ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എന്താ അവിടെ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ? ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എറർ സ്പോട്ടിങ് ഗ്രാമറിൻ്റെ ഏത് ടോപ്പിക്കിൽ നിന്നും വരാം കേട്ടോ. ഒരുപാട് ടഫ് ആയിട്ടുള്ളതൊന്നുമല്ല, സിമ്പിൾ. കുറച്ചൊന്നൊരു റീക്യാപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്താണ്. അനുവന്ത് ക്ലെയിംസ് ടു ബി ദ ഡാഷ് കിഡ് ഇൻ ദ സ്കൂൾ. സ്മാർട്ടസ്റ്റ് കിഡ് എന്ന് പറയുമോ? ഇല്ല. സ്മാർട്ടസ്റ്റ് കിഡ്, സ്മാർട്ടിങ് കിഡ് അതും പറയില്ല. സ്മാർട്ടർ കിഡ് ഏതായിരിക്കും? ഇവിടെ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ, ഒന്നും പറഞ്ഞിട്ടില്ല. 2 പേരേ ഉള്ളോ? ഇല്ല. കാരണം 2 പേരാണെങ്കിൽ നമുക്ക് അറിയണം, എല്ലാ സ്കൂളിലും 2 കുട്ടികളെ ഉള്ളൂ. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ സ്മാർട്ടർ അല്ല, സ്മാർട്ടസ്റ്റ്, സൂപ്പർലേറ്റീവ്. കാരണം അനുവൻ ക്ലെയിംസ് ടു ബി ദ സ്മാർട്ടസ്റ്റ് കിഡ് ഇൻ ദ സ്കൂൾ. അവൻ പറയുന്നത് അവനാണ് അതിനകത്ത് ഏറ്റവും വലിയ സ്മാർട്ടായിട്ടുള്ള ആൾ. അപ്പം അവിടെ കുറേ കുട്ടികളുണ്ട്. സോ വെൻ യു കമ്പയർ മോർ ദാൻ 2 വി യൂസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ആ സൂപ്പർലേറ്റീവ് ആണ് അവിടെ സ്മാർട്ടസ്റ്റ്. പിന്നെ ഒരു ക്ലൂവും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ ദ എന്നുള്ളൊരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. എപ്പോഴും സൂപ്പർലേറ്റീവിൻ്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. ദ സ്മാർട്ടസ്റ്റ്. അപ്പോൾ ഉറപ്പിച്ചോ ആൻസർ ദ സ്മാർട്ടസ്റ്റ്, ഓപ്ഷൻ 2 ആണ്. ക്ലിയർ? ഓക്കെ, നമ്മളിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്കൊന്ന് കുറച്ച് സാധനങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഡു എ ഗുഡ് ടേൺ എന്ന് പറഞ്ഞാൽ എന്നാ? ഡു എ ഗുഡ് ടേൺ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഗിഫ്റ്റ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, പ്രോഫിറ്റും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരു അവസരത്തിന് കാത്തിരിക്കുവാണോ? അല്ല. അതായത് ഡു എ ഗുഡ് ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ അവസരം വരുമ്പോൾ നമ്മൾ തിരിച്ചൊരു സഹായം തിരിച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരാളൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു എ ഗുഡ് ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സർവീസ് നമ്മൾ തിരിച്ച് കൊടുക്കുക എന്നാണ്. നമുക്ക് വേണ്ടി ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സർവീസ് റിട്ടേൺ ചെയ്യുക എന്നാണ് ടു റെൻഡർ എ സർവീസ് അല്ലേ. അത് നമ്മളങ്ങനെ മറന്നു പോകരുത്. ഒരാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന സമയത്ത് നമ്മളത് തിരിച്ച് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. യെസ്, ആൻഡ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസേഴ്സ് അറിയാവുന്നവരൊന്ന് താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യാം കേട്ടോ. ഇഫ് ഐ വാസ് നോയിങ് വൈ ഹി വാസ് ആബ്സെൻറ്റ് ഐ വുഡ് ഹാവ് ഇൻഫോംഡ് യു. അവരെന്തുകൊണ്ട് ആബ്സെൻ്റ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇൻഫോം ചെയ്തേനെ. ഇഫ് ഐ വാസ് നോയിങ്, അതെ, ഐ വുഡ് ഹാവ് ഇൻഫോംഡ് യു. ഇത് കണ്ടുപരിചയമുണ്ടോ? ഇഫ് ക്ലോസാ അല്ലേ? ഇഫ് ക്ലോസ് കണ്ടീഷൻ ക്ലോസ്. അതായത് ഇഫ് വരുമ്പോൾ 3 പാറ്റേൺസ് ഒക്കെ ഇല്ലേ. അപ്പോൾ അതിലേത് പാറ്റേൺ ആണെന്ന് നോക്കണം. ആദ്യം തന്നെ നോയിൻ്റെ കൂടെ ING ഉപയോഗിക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എ പാർട്ടിലാണ് എറർ എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഹാഫ് നോക്കിയേ. ഐ വുഡ് ഹാവ് ഇൻഫോംഡ്. വുഡ് ഹാവ് V3 ഫോം അല്ലേ. ഇത് ഏത് ടൈപ്പാണ്? ടൈപ്പ് 3 ആണ്. ഓക്കെ, ഇത് ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3യുടെ സിൻറ്റാക്സ് എന്താണെന്നറിയോ? ഒരു സൈഡിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 ഫോം. അത് കറക്റ്റ് ആണല്ലോ. ഇനി അതിൻ്റെ ഇഫ് ക്ലോസ് എങ്ങനെയാണെന്നറിയോ?
ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് പ്ലസ് V3 എന്ന് വരും. ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് വരും. അതാണ് ടൈപ്പ് 3യുടെ സിൻടാക്സ് കേട്ടോ. അപ്പോൾ ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഹാഡ് നോൺ എന്ന് വരും കേട്ടോ. ഇഫ് ഐ ഹാഡ് നോൺ എന്ന് വരും. ഇഫ് ഐ ഹാഡ് നോൺ വൈ ഹി വാസ് ആബ്സെൻറ്റ് ഐ വുഡ് ഹാവ് ഇൻഫോംഡ് യു. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആബ്സെൻ്റ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ അറിയിച്ചേനെ. ഇഫ് ഐ ഹാഡ് നോൺ, അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. നോയിൻ്റെ കൂടെ ING വരില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊരു കണ്ടീഷൻ ക്ലോസ് ആണെന്ന് മനസ്സിലായത്. അതിൽ തന്നെ ഇത് ടൈപ്പ് 3 ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ ടൈപ്പ് 3യുടെ സിൻടാക്സിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതെന്നാന്നറിയോ? വോയിസ് കൺവേർഷനാണ്. ദേ ആർ ഗോയിങ് ടു ബിൽഡ് എ ന്യൂ എയർപോർട്ട് നിയർ ദി ഓൾഡ് വൺ. സംഭവം ആക്റ്റീവ് വോയിസാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ ഒന്ന് പാസീവ് ആക്കാമോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. അതിനെ ഒന്ന് പാസീവ് ആക്കണേ. അപ്പോൾ എന്ത് വരും? ആക്റ്റീവ് വോയിസ് ആണ്, പാസീവ് ആക്കണം. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ആക്റ്റീവ് പാസീവ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം, ബൈ കൊടുക്കണം. എപ്പോഴും ആക്റ്റീവ് പാസീവ് കൺവേർഷനകത്ത് അങ്ങനെയാണ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. ബൈ ഇന്ന ആളെന്നുള്ളത് കൊടുക്കണം, ഇന്ന ഡുവർ. പിന്നെ എപ്പോഴും തേർഡ് ഫോം ഓഫ് വെർബ് മാത്രമേ പാസീവ് വോയിസിനകത്ത് ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ടെൻസ് ഒന്നും മാറത്തില്ല. നോ ചേഞ്ച് ഇൻ ടെൻസ്. ഇതൊക്കെ നമ്മൾ പൊതുവേ കൺവേർഷനകത്ത് കൊടുക്കുന്നത്, വോയിസ് കൺവേർഷനകത്ത്. അപ്പോൾ ഇവിടെ ഏത് ടെൻസാണ് നോക്കിക്കേ? ദേ ആർ ഗോയിങ്. ആർ ഗോയിങ് ഏത് ടെൻസാ? പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇതിനകത്ത് വില്ല് വരുമോ? ഇത് പ്രസൻറ്റ് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഫ്യൂച്ചർ വരത്തില്ല. പിന്നെ ഇവിടെ ഇസ് ഗോയിങ്, ഇസ് ബീയിങ്, ഗോയിങ്, ന്യൂ എയർപോർട്ട് ഗോയിങ് ടു ബി ബിൽഡ്. അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഒന്നും ഇല്ലല്ലോ അല്ലേ? സോ എ അല്ല, സി അല്ല. ഇനി ദേയും ന്യൂ എയർപോർട്ടും കൂടെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. ദേ സബ്ജക്റ്റ്, ന്യൂ എയർപോർട്ട് ഒബ്ജക്റ്റ്, ആ രണ്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ന്യൂ എയർപോർട്ട്, ശ്രദ്ധിച്ചോണം, കണ്ടിന്യൂസ് എന്ന് കണ്ടാൽ നമ്മൾ ആക്റ്റീവിനെ പാസീവ് ആക്കുമ്പം ഒരു ബീയിങ് എന്നും കൂടെ കൊടുത്തോണേ. ബീയിങ് എന്നുകൂടെ കൊടുക്കണം. ആ ബീയിങ് ഉള്ള ഓപ്ഷൻ ഒരിടത്ത് മാത്രമേ ഉള്ളൂ. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. ന്യൂ എയർപോർട്ട് ഇസ് ബീയിങ്, തേർഡ് ഫോം ബിൽറ്റ് എന്നാണ്. ബിൽറ്റ് നിയർ ദി ഓൾഡ് വൺ. ബൈ ആരാ? ബൈ ദെം എന്ന് വരണം. അത് അവർ ഓപ്ഷനിൽ തന്നിട്ടില്ല. സോ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ആ കണ്ടിന്യൂസ് കണ്ടതുകൊണ്ടാണ് ബീയിങ് കൊടുത്തത്. ന്യൂ എയർപോർട്ട് ഇസ് ബീയിങ് ബിൽഡ് നിയർ ദി ഓൾഡ് വൺ. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്കെന്നാ ഒരു ക്വസ്റ്റ്യനും കൂടെ അങ്ങ് ചെയ്യാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The doctor asked his patient to regularly take his medicine. സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുക അല്ലേ? എന്താ എറർ? The doctor asked his patient to regularly take his medicine. റെഗുലറായിട്ട് മെഡിസിൻ എടുക്കണം എന്നാ. അപ്പോൾ എറർ ഉണ്ടോ? എങ്ങനെ എടുക്കണം എന്നാണ് പറഞ്ഞത്? റെഗുലർലി. ഓക്കെ, എങ്ങനെ എടുക്കണം? ഹൗ ഷുഡ് ഹി ടേക്ക് ഹിസ് മെഡിസിൻ? റെഗുലർലി. അപ്പോൾ അതൊരു മാനർ അഡ്വേർബാണ്. ഈ വേർബിനെ ഡിഫൈൻ ചെയ്യുന്നത് അഡ്വേർബ് ആണല്ലോ അല്ലേ? വേർബിനെ ഡിഫൈൻ ചെയ്യുന്നത് അഡ്വേർബ് ആണ്. അപ്പോൾ വേർബിനെ ഡിഫൈൻ ചെയ്യുന്ന അഡ്വേർബ് ആയതുകൊണ്ട് തന്നെ അഡ്വേർബ് LY ഫോമാണ്. പക്ഷേ ഈ മാനർ അഡ്വേർബ് ഉണ്ടല്ലോ, നമ്മൾ ഹൗ, എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ മെഡിസിൻ എടുക്കണം? റെഗുലർലി. അപ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുമ്പം ഹൗ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടിയാൽ അത് ഏത് അഡ്വേർബാണെന്നറിയോ? മാനർ അഡ്വേർബ് എന്ന് പറയും. ഈ മാനർ അഡ്വേർബ് ഉണ്ടല്ലോ എപ്പോഴും മെയിൻ വേർബ് കഴിഞ്ഞിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ആഫ്റ്റർ ദ മെയിൻ വേർബ്. മെയിൻ വേർബ് കഴിഞ്ഞിട്ടേ നമ്മൾ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാരണം ഇപ്പം ഞാൻ പറയാണ് ഐ വാക്ക്ഡ് സ്ലോലി. ഐ വാക്ക്ഡ് സ്ലോലി. കണ്ടോ? ഈ വാക്ക്ഡ് എന്നുള്ളത്
മെയിൻ വേർബാ. ഇത് മെയിൻ വേർബാ. വേർബിനെ ഡിഫൈൻ ചെയ്യുന്നതാണല്ലോ അഡ്വേർബ്. അഡ്വേർബിന് LY ഫോം ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നടന്നത്? പതുക്കെ. അപ്പോൾ ആ സ്ലോലി എന്നുള്ള മാനർ അഡ്വേർബ് ഈ മെയിൻ വേർബ് കഴിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ. കണ്ടോ, ഇതാണ് മാനർ അഡ്വേർബ്. ഇത് മെയിൻ വേർബ് കഴിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ. ഐ സ്ലോലി വാക്ക്ഡ് എന്ന് പറയില്ലല്ലോ, അല്ലേ? ഹീ സാങ് ബ്യൂട്ടിഫുള്ളി. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും ഡോക്ടർ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുക എന്ന് ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു എന്നതാണ്. അപ്പോൾ എങ്ങനെ എടുക്കണം? സ്ഥിരമായിട്ട്. അപ്പോൾ അത് മാനർ അഡ്വേർബാണ്. അത് മെയിൻ വേർബിന് ശേഷം കൊടുക്കുക. അപ്പോൾ എന്ത് വരും ആൻസർ? ദ ഡോക്ടർ ആസ്ക്ഡ് ഹിസ് പേഷ്യൻറ്റ് ടു ടേക്ക് ഹിസ് മെഡിസിൻ റെഗുലർലി. കേട്ടോ, റെഗുലർലി അവസാനം വരും. ആൻഡ് ദി എറർ ഇസ് ഇൻ ഓപ്ഷൻ സി. Okay, so manner adverb is placed after the main verb. The doctor asked the patient to take his medicine regularly. Clear ആണല്ലോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യാം, ഞാനത് റിപ്ലൈ ചെയ്യാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഓരോ ക്ലാസ്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാനായിട്ടും കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.